പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ പരിപാലന മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കത്തിൻ്റെ പുണ്യ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു. തിരുനാളിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സിന് നമ്മുടെ ജീവിതത്തെ അനുരൂപപ്പെടുത്തുവാനുള്ള കാലഘട്ടമാണ്. ലോകത്തിലും ലോകത്തിൻ്റെ ഹിതങ്ങൾക്കുമനുസരിച്ച് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് തിരുനാളിന് വേണ്ടി ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. അതൊരു തിരിച്ചുവരവിനുള്ള ആഹ്വാനം. ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ ആഡംബരങ്ങൾക്ക് പിന്നാലെ, ലോകത്തിന് അഭിമുഖമായിട്ട് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് അഭിമുഖമായി ദൈവത്തിൻ്റെ മനസ്സ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് തിരിച്ചുവിടലാണ് ഈ തിരുനാളിൻ്റെ ഒരുക്ക ദിവസങ്ങൾ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് തിരിച്ചു നടക്കാൻ അമ്മയുടെ കരങ്ങൾ പിടിക്കുക. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈശോയുടെ മനസ്സറിഞ്ഞ് സ്വർഗത്തിന് അഭിമുഖമായി നടക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഈ വിശുദ്ധ ബലി നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. വളരെ പ്രധാനമായ വിധത്തിൽ നമ്മൾ നമ്മുടെ നാടിനെ ഈശോയുടെ തിരുഹൃദയത്തിന്, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ സമർപ്പിക്കുക. എപ്പോഴും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്ന സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത്തിനല്ലാതെ കൊറോണ വൈറസിൻ്റെ തല തകർക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. അമ്മ മാതാവേ, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ മക്കളെയും ഈ കൊറോണ വൈറസിൻ്റെ വല്ലാത്ത അസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. അമ്മയുടെ കരങ്ങളിൽ എല്ലാം സുരക്ഷിതമാകട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ.
രോഗത്തിന് പിടിയിൽ അമർന്നിട്ടുള്ള കുടുംബങ്ങൾക്ക് മറ്റാർക്കും അത് കടന്നു വരാതിരിക്കാനുള്ള സംരക്ഷണം അമ്മേ മാതാവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളെ എല്ലാവിധത്തിലുള്ള സംരക്ഷണം നൽകി യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും കയറി വരാതെ കുടുംബങ്ങളെ കാത്തുകൊണ്ടണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനൊപ്പം കരിക്കശ്ശേരി റാഫേൽ റെക്സൻ്റെ കുടുംബത്തിന് വേണ്ടി നന്ദിയോടെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നെടുമ്പറമ്പിൽ സെബാസ്റ്റ്യൻ സേവറിൻ്റെ കുടുംബത്തിന് വേണ്ടിയും ബലിമധ്യേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ എല്ലാ മനോരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ആരാധിച്ച
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ പ്രാപ്തരല്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പ്രിയപുത്രൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥത രക്ഷിക്കപ്പെടുവാൻ കഴിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുടണമേ. സഹോദരരെ, അറിവ് അകന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ പരിഷ്കർഷം വരുന്നു. ആയതുകൊണ്ട് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല, എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹമൊന്നും ഇല്ലെന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം. ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവ്വം സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ് ഒരു കർത്താവ് നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവ്വവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല. ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചവർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധനയുടെ മനോഭാവത്തോടെയാണ്. അവരുടെ മനസ്സാക്ഷി ദുർബലമായതിനാൽ അത് മലിനമായി തീരുന്നു. നിന്റെ അറിവ് ക്രിസ്തു അവർക്ക് വേണ്ടി മരിച്ചോ, അപലജ്ഞ സഹോദരന് നാശകാരണമായി തീരുന്നു. ഇപ്രകാരം സഹോദരന്മാർക്കായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസ്സാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരൻ നിഷ്പേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല. ദൈവത്തിന് പ്രതിവചന സങ്കല്പം. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിൽ രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങേ എന്നെ വിസ്മയനീയമാണ് സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്ക് നന്നായി അറിയാം. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലൂടെയാണോ ഞാൻ ധരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മെ വസിക്കും.
അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവരും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറും. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കൊലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൻ അങ്ങേക്ക് സ്തുതി. വൈദികൻ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാടിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ എളിയ കാണിക്കകളും പ്രാർത്ഥനകളും സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങളും കുടുംബങ്ങളും പരിശുദ്ധ കന്യകാമറിയത്തിന് മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രയും. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാക്കുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസകന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മലികനം പോലെ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടു സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി
ഭക്ഷിക്കുകയും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുക. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ
തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കന്മാർക്കും അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുടനമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീത്. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് തിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട്
അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കാനായിൽ പരിശുദ്ധ അമ്മയുടെ യാചനയാൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ച കർത്താവെ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. കർത്താവെ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. കുരിശിൻ ചുവട്ടിലായിരുന്ന പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്ത കർത്താവെ, ഞങ്ങളെ എന്നും പരിപാലിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ദിവ്യ പരിപാലനയിൽ അങ്ങ് ഏൽപ്പിച്ചുവല്ലോ. ഈ അമ്മയുടെ സംരക്ഷണം വഴി ഞങ്ങൾക്ക് ശാശ്വതമായ ശാരീരികാരോഗ്യവും മാനസികാനന്ദവും ഹൃദയ സമാധാനവും നൽകണമേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. നവനാൾ ജപം. ദിവ്യപരിപാലന മാതാവേ, മാതാവേ, ഞങ്ങളുടെ മധ്യസ്ഥെ, ഞങ്ങളുടെ മധ്യസ്ഥേ, ഞങ്ങളിതാ അങ്ങയുടെ സംരക്ഷണത്തിനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ സമൂഹത്തെയും സമർപ്പിക്കുന്നു. ലോകരക്ഷകനായ ദൈവകുമാരന് അങ്ങ് നൽകിയ സംരക്ഷണവും പരിപാലനയും ഞങ്ങൾ അറിയുന്നു. അങ്ങേ മാതൃസഹജമായ വാത്സല്യവും പരിപാലനയും ഞങ്ങൾക്കും പകർന്നു തരണമേ. സ്നേഹമുള്ള അമ്മേ, ഒരേ മനസ്സോടും ഒരേ വിശ്വാസത്തോടും കൂടെ അങ്ങേ സംരക്ഷണം തേടുന്ന ഞങ്ങളേവരും അങ്ങേ മാതൃകയനുസരിച്ച് പ്രാർത്ഥനയിലും പരസ്നേഹ ചൈതന്യത്തിലും വളരുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും യോജിച്ച ജീവിതം നയിക്കാമെന്ന് ഞങ്ങളിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും അങ്ങേ തിരുക്കുമാരൻ നേടിത്തരണമേ. അങ്ങയുടെ സ്തുതിഗീതികൾ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും ഒഴിയാതിരിക്കട്ടെ. അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ കുടുംബവും ദേശവും അനുഗ്രഹീതമാകുവാൻ ഇടയാക്കണമേ. ദിവ്യപരിപാലന മാതാവേ, അമ്മയുടെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുള്ള ആരും നിരാശരായി കടന്നു പോകുവാൻ അങ്ങ് അനുവദിച്ചിട്ടില്ല. ഈ വിശ്വാസത്താൽ പ്രേരിതരായി ഞങ്ങളുടെ സംരക്ഷകയായ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ യാചനകൾ. ഈ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തിന് കീഴിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഈ ഒരു കാലയളവിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവയെല്ലാം ഓർത്ത് അമ്മയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ഓരോ ആവശ്യങ്ങളും അപേക്ഷകളും നമുക്ക് അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകമായി നമ്മോട് പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള നിരവധിയായ മനുഷ്യരെ നമുക്ക് ഓർക്കാം. വിവിധ രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവരെ കുറിച്ചോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി കൊറോണ വൈറസിന്റെ പിടിയിലമർന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായത്താൽ അവർക്ക് സൗഖ്യം ലഭിക്കുവാനും മാനസികമായി അവർ കൂടുതൽ ശക്തിപ്പെട്ടുള്ള ആയിരിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ. പരമനിർമ്മലയായ മാതാവേ, ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ഞങ്ങൾ അങ്ങേ സുതനിൽ നിന്ന് അകന്നു പോകുമ്പോൾ അങ്ങയുടെ സ്നേഹവും കരുണയും ഞങ്ങൾക്കായി പകർന്നു തന്ന് ഞങ്ങളെ അങ്ങേ പുത്രനിലേക്ക് പ്രത്യാനയിക്കണമേ. അങ്ങേ സംരക്ഷണയാൽ തിന്മകൾ വെടിയുവാൻ നന്മയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ ഇപ്പോഴും നീക്കാമേ. സമൂഹ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ സംരക്ഷണവും പരിപാലനയും തിരുസഭയ്ക്ക് നൽകി
സഭയെ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിലൂടെ നിരന്തരം നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ദിവ്യജനനിയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ ശാന്തിയും സമാധാനവും സംജാതമാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. കൃപാനിധിയായ ദൈവമേ, എലീശോമയെ സഹായിക്കുവാനായി തിടുക്കത്തിൽ പുറപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാതൃക പിന്തുടർന്ന് സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള സന്മനസ്സും സന്നദ്ധതയും ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, കാനായിലെ കല്യാണ വിരുന്നിൽ പ്രയാസമനസ്സും അനുഭവിച്ച കുടുംബനാഥന് വേണ്ടി മധ്യസ്ഥം വഹിച്ച കന്യകാമറിയത്തിന്റെ പരിപാലനം ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളിൽ ഞങ്ങൾക്കും അനുഭവവേദ്യമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നന്മ സ്വരൂപനായ പിതാവേ, അങ്ങേ ഇഷ്ടത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങിക്കൊണ്ട് രക്ഷയുടെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്ന ദിവ്യജനനിയുടെ മാധ്യസ്ഥതയാൽ അങ്ങേ ഇഷ്ടത്തിന് പൂർണ്ണമായും ഞങ്ങളെ സമർപ്പിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, അപ്പോസ്തലന്മാരോടൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ചൈതന്യം പകർന്നു കൊടുത്ത പരിശുദ്ധ അമ്മയുടെ മാതൃക പിന്തുടർന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർന്നുവരുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യവും മയക്കുമരുന്നും മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് സൗഖ്യവും മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലെ യുവതീ യുവാക്കളെ നിർമ്മലരായി കാത്തുകൊള്ളണമേ. വിവാഹപ്രായമെത്തിയർ വിവാഹമെന്ന ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാനും തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് തൊഴിൽ സാധ്യതയുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരനേ, പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ അങ്ങേ തിരുക്കുമാരന്റെ മാതാവായി അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. ഈ അമ്മയുടെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മക്കളായ ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്ന ഈ യാചനകൾ കൃപാപൂർവം സാധിച്ചു തരണമേ. ആമേൻ. ഞങ്ങൾ
പരിശുദ്ധ പരമ തിരുവട്ടാരത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. എൻ്റെ നല്ല ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹായുടെ ആദരങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി അങ്ങ് പരിഗണിപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, നിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളെ അങ്ങ് ഈ തിരിച്ചറിവിലേക്ക് ഒന്ന് നയിക്കണം. തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിഗണിപ്പിക്കുന്നു. അത് രോഗമായിക്കൊള്ളട്ടെ, പീഡനങ്ങളായിക്കൊള്ളട്ടെ, ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, ഇല്ലായ്മകളായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, സങ്കീർണതകളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് പരിഗണിപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കാലഘട്ടത്തിൻ്റെ വല്ലാത്ത ഞെരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നുപോവുകയും ഒരു പരീക്ഷണം പോലെ കൊറോണ വൈറസിൻ്റെ വല്ലാത്ത കടന്നുകയറ്റം പിന്നെയും നമ്മളെ ഭീതിയിലേക്ക് ആഴ്ചയുണ്ടാകും. പക്ഷേ ഈശോ പറയും, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിഗണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നു ഏതൊരു അരിഷ്ടതാവസ്ഥയ്ക്ക് പിന്നാമ്പുറങ്ങളിൽ പോലും ദൈവം ഒരു നന്മ നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ നന്മയെ തിരിച്ചറിയാനും കാണാനും എൻ്റെ ഈശോയെ, ഞങ്ങളുടെ കണ്ണുകളെ, ആത്മാവിൻ്റെ നയങ്ങളെ ഒന്ന് തുറന്നു തരണമേ എന്ന പ്രാർത്ഥനയായിരിക്കട്ടെ ഈ ആരാധനയുടെ കാതലായി നിലനിൽക്കേണ്ടത്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അപ്പത്തിൻ്റെ രൂപത്തിൽ ഈ ചെറുകോസയിൽ ഈ അൾത്താരയിൽ ഞങ്ങളോടുകൂടെ അങ്ങ് എഴുതി വന്നിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലം മലഞ്ചെരുവിലൂടെയും ഗലീലിയൻ തടാകത്തിന്റെ തീരത്തുകൂടെയും പലസ്തീനായിലൂടെ തെരുവീതിയിലൂടെയുമൊക്കെ കടന്നുപോയ അതേ കർത്താവ് അതേ ശക്തിയോടും അതേ പ്രാഭവത്തോടും കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് കടന്നുപോയപ്പോൾ വഴിയരികിലുണ്ടായിരുന്ന ഒരുപാട് രോഗികളുണ്ട്. അങ്ങ് കടന്നുപോയപ്പോൾ വഴിയരികിൽ കണ്ണീരോടുകൂടി കാത്തുനിന്നിരുന്ന ഒരുപാട് പാപികളുണ്ടായിരുന്നു. അങ്ങ് കടന്നുപോയപ്പോൾ ജീവിതമല്ലാതെ ഇരുട്ടിലായ മനുഷ്യർ ആ വഴിയരികിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങ് കടന്നു പോകുന്ന സമയത്ത് അങ്ങേ കണ്ടവരും അങ്ങ് കണ്ടവരും എല്ലാവരും സുഖം പ്രാപിച്ചിട്ടുണ്ട്. അങ്ങ് കടന്നുപോയ ആ വിശുദ്ധമായ വഴികളിൽ കാത്തു നിന്നിരുന്നവരൊക്കെ വിശ്വാസത്തിന്റെ കരം നീട്ടി അങ്ങയെ തൊട്ടതിന്
അവരൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അവർക്ക് അങ്ങയുടെ അടുക്കലേക്ക് എത്തുവാനോ അങ്ങയെ തൊടുവാനോ സാധിക്കാത്ത നിമിഷങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ വലിച്ചു നീട്ടി അവരെ സ്പർശിച്ച് മാറോട് ചേർത്ത് പിടിച്ച് അവരെ സുഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങ് തൊട്ടവരും അങ്ങയെ തൊട്ടവരും എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ വിശുദ്ധമായ കാര്യങ്ങൾ മുന്നിൽ ഞങ്ങളിങ്ങനെ അങ്ങയുടെ വരവ് കാത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളാകുന്ന വഴിയോരങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളാകുന്ന സത്രങ്ങളിൽ ഒക്കെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലങ്കരം എൻ്റെ കുടുംബത്തിലേക്കൊന്ന് നീട്ടുന്നതിന് വേണ്ടി, എൻ്റെ നാട്ടിലേക്കൊന്ന് നീട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നു, ആരൊക്കെയോ തകർന്ന ഹൃദയത്തോടെ നുറുങ്ങിയ മനസ്സോടുകൂടെ എൻ്റെ കർത്താവെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തിരിഞ്ഞു നിന്ന് അനുഗ്രഹം നൽകിയിട്ടല്ലാതെ കടന്നുപോയിട്ടുള്ള ഒരു ചരിത്രവും ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലോ ലോകചരിത്രത്തിലോ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഉള്ളു തുറന്ന് മനം തകർന്ന് എൻ്റെ ഈശോയെ എന്ന് വിളിക്കുന്ന ഈ നിമിഷത്തിൽ അങ്ങ് ഞങ്ങളുടെ എൻ്റെ കുടുംബങ്ങളിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കുന്നുണ്ട്. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സൗഖ്യത്തിൻ്റെ വലിയ നന്മയിലേക്ക് നയിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഉത്കണ്ഠങ്ങളും അങ്ങ് എടുത്തു മാറ്റുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചറിയുന്ന ദൈവമേ, സൂര്യപ്രകാശത്ത് മഞ്ഞുരുകയില്ലാതായി മാറുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്തിലെ നിമിഷങ്ങളിൽ ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ പോലും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അങ്ങയെ നോക്കിക്കാണുന്ന നിമിഷത്തിൽ സൂര്യപ്രകാശത്ത് മഞ്ഞുരുകയില്ലാതാകുന്നത് പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഉത്കണ്ഠകളും അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ ഉരുകി ഒരിച്ചില്ലാതായി മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ തലങ്ങളെ അങ്ങ് നിർത്തണമേ. ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് ഈശോയെ. ഈ ലോകത്തിലുള്ള ആഡംബരങ്ങളുടെ പിന്നാലെ നടന്നു നീങ്ങിയിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. നാളിതുവരെ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കഴിവ് കൊണ്ടാണ് എല്ലാം നേടിയതെന്നും ഞങ്ങളെല്ലാവരും ശക്തരാണെന്നുമൊക്കെ ഞങ്ങൾ ധരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചതാണെന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ഒരു കൊച്ചു കൊറോണ വൈറസിന് മുമ്പിൽ ലോകത്തിൻ്റെ വൻകിട രാഷ്ട്രങ്ങളും വലിയ നേതാക്കളും ലോകത്തിലെ എല്ലാ വൈദ്യന്മാരും പകച്ചു നിൽക്കുന്ന സമയമാണ്. ഈശോയെ, അങ്ങ് മാത്രമാണ് ദിവ്യ വൈദ്യനെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ നേടിയതൊന്നും നേട്ടങ്ങളായിരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതൊക്കെ നീ തന്നതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ നീ തരുന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല. നീ തന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല. ദാനങ്ങൾക്കിടയിലെ ദാനങ്ങളാണ് ജീവിതത്തിലെ ഓരോ കൃപകളെന്നും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഈശോയെ ഈ കാലഘട്ടത്തിലൂടെ ഞങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു കുഞ്ഞ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരു വൈറസിന്റെ മുൻപിൽ ലോകം നടുങ്ങി വിറച്ചു നിൽക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ആദ്യകാരണമായ എൻ്റെ കർത്താവെ, നിനക്കല്ലാതെ ഞങ്ങളെ ആരെയും സുഖപ്പെടുത്താൻ ഈ ലോകത്തിന് മറ്റൊരു ശക്തിക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈശോയെ, ഞങ്ങൾക്ക് നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിന്നോട് പ്രാർത്ഥിക്കാനുള്ളതും ഏറ്റു പറയാനുള്ളതും ഒന്ന് മാത്രം, നിനക്കല്ലാതെ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ, ലോകത്തെ രക്ഷിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അതുകൊണ്ട് നിന്റെ തിരുരക്തത്തിൽ, നിന്റെ തിരു ശരീരത്തിൽ, നിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഈശോയെ, ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന്, ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലെ നൊമ്പരം എന്തെന്ന്, ഞങ്ങളുടെ ഹൃദയത്തിലെ താളപ്പിഴകൾ മനസ്സിലാക്കി അങ്ങ് തിരിച്ചറിയുന്നുണ്ടല്ലോ. എൻ്റെ ദൈവമേ, അങ്ങ് തിരുമുൻപിൽ ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ പോലും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എന്ത് പ്രാർത്ഥിക്കണമെന്നോ ഒരു വശവുമില്ലാത്തവരാണ് ഞങ്ങളൊക്കെ. എന്ത് പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ അറിയില്ലാത്തവർ. എന്നാൽ ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവെ, ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ എന്തെന്ന് നീ മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം അങ്ങ് പറയുന്നുണ്ട്, ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിന്റെ ആവശ്യങ്ങൾ എന്തെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആവശ്യങ്ങൾ എന്തെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നാൽ എളിമ നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ മുൻപിലേക്ക് കടന്നു വരുന്ന നിമിഷം, എൻ്റെ ഈശോയെ എന്ന് ഉള്ളു തുറന്നൊന്ന് വിളിക്കാനായിട്ട് തയ്യാറാകുന്ന നിമിഷം, നിന്റെ ജീവിതത്തിലെ എല്ലാ ഉത്കണ്ഠകളും മാറിപ്പോകുമെന്ന് അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈശോയെ എന്നൊന്ന് വിളിക്കാൻ, അത് മാത്രം ആ ഒരു ഒറ്റ വിളിയിൽ
ഒരുപാട് പേര് സൗഖ്യം പ്രാപിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ ദൈവമേ, അന്ന് ആ ജെറൂസലേമിന്റെ പാതിയോരത്തൂടെ കടന്നു പോകുമ്പോൾ വഴിയരിയിലിരുന്ന് അന്ധനായിരുന്ന യാചകൻ ഒന്നും അറിയാതെ ആരോ പറയുന്നത് കേട്ട് ലോകടിച്ച് പറയുന്നുണ്ട്, ദാവീദിന്റെ പുത്രനായ ഈശോയെ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഇന്ന് ഈ അൾത്താരയാകുന്ന പെരുവഴിയുടെ ഓരത്ത് ഞങ്ങളും ഇരുന്നുകൊണ്ട് അങ്ങയുടെ മുൻപിൽ വിളിച്ചപേക്ഷിക്കുന്നത് എന്നതാണ്, ദാവീദിന്റെ പുത്ര ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ നാടിന്റെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ പക്കലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരവരുടെ ഭവനങ്ങളിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപാട് പേര് അങ്ങയുടെ കരുണയ്ക്കായി വീണ്ടും വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷയായിട്ടുള്ള ഏക ദൈവം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞങ്ങൾ പ്രകാരം പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം രക്ഷാനാമം യേശുനാമം. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ കർത്താവേ, അങ്ങേക്ക് യേശു എന്ന പേര് നൽകിയത് സ്വർഗപിതാവാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ഔസ്യപിതാവ് മറിയം കൂടി നൽകിയ പേരല്ല അതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്വർഗപിതാവ് തൻ്റെ മനസ്സിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുത്ത യേശുനാമം, ആ നാമം മാത്രമാണ് ശക്തമായ നാമം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ നിന്നും മാറ്റിമറിക്കുന്നതിന് വേണ്ടി, രോഗങ്ങളും അനിശ്ചിതാവസ്ഥകൾക്കുമൊക്കെ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരേ ഒരു നാമം യേശുനാമം. ഈ ഒരു ബോധ്യത്തോടുകൂടെ എൻ്റെ ഈശോയെ എന്ന് ഹൃദയം തുറന്ന് നമുക്കൊന്ന് ഈശോയെ വിളിക്കാം. ആ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ കർത്താവ് ഇടപെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അന്ധനായിരുന്ന മനുഷ്യന് കർത്താവ് ഇടപെട്ടത് ആ നിമിഷത്തിലാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രിയമുള്ളവരെ, കർത്താവ് കടന്നു പോകുന്ന വഴിയരികിൽ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നവരായിരുന്നു കുഷ്ഠരോഗികളെന്ന് പറയുന്നത്. എല്ലാ കാരണങ്ങൾ കൊണ്ടും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വർഗം, അങ്ങനെ സമൂഹത്തിന്റെ ചേരിയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർ അവിടെ നിന്നുകൊണ്ട് ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കരുണയുണ്ടാകണമെന്ന് പറയുമ്പോൾ ആ നിമിഷം അവരൊക്കെ സൗഖ്യം പ്രാപിക്കുന്നു എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് ഈ കൊറോണ വൈറസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ അകറ്റപ്പെടുന്ന സമയത്ത് ഈശോയെ വിളിക്കാൻ നമുക്കാകണം. ഈശോയെ എന്ന് വിളിക്കുന്ന നിമിഷത്തിൽ കർത്താവ് നമുക്കൊക്കെ സൗഖ്യം നൽകും. നമുക്ക് അനുഗ്രഹമേകാൻ സൗഖ്യപ്പെടുത്താൻ കർത്താവ് എത്താതെയും നമുക്ക് വേണ്ടി എഴുന്നേൽക്കുക. ഈശോ എന്ന് നമുക്ക് ആത്മാവിന്റെ കണ്ണുകൾ തുറക്കാൻ നമുക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കാം ഈശോയുടെ മുൻപിലേക്ക്. എൻ്റെ ഈശോയെ എന്ന് യാചനപൂർവ്വം പിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈ കൈവെള്ളയോടെ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. നീട്ടിപ്പിടിക്കപ്പെട്ടിട്ടുള്ള കരങ്ങളിലേക്ക് നമുക്കറിയാവുന്ന എല്ലാ കൊറോണ രോഗികളെയും നമുക്ക് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ഈശോയെ, ഈ രോഗത്തിന്റെ പീഡ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് എന്ന്, ഇനിയും കടന്നു വരാൻ അനുവദിക്കല്ലേ കർത്താവേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് വിളിക്കാനാകണം. ഈ അപ്പത്തിന്റെ രൂപത്തിൽ തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ കയ്യിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പാടാം. തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യമായി രാപകൽ വാഴുന്ന എൻ്റെ നല്ല തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ഇല്ലായ്മകളിലേക്ക്, എൻ്റെ ബുദ്ധിമുട്ടുകളിലേക്ക്, കഷ്ടങ്ങളിലേക്ക്, നഷ്ടങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, തിരസ്കരണത്തിന്റെ നിമിഷങ്ങളിലേക്ക് ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് പാടാം. തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യമായി. കർത്താവിനെ നമുക്ക് നോക്കാം. തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യമായി നമുക്ക് മുൻപിൽ വാഴുന്ന കർത്താവിനെ നമുക്ക് നോക്കാം.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാ മനുഷ്യരുടെയും ജീവിതാന്തസ്സിന്റെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്കാണ് ഈശോ ഇറങ്ങുന്നത്. 3 ലോകത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവം തമ്പുരാൻ ആകാശത്തിന്റെ നിലാവിനപ്പുറത്ത് സ്വർഗത്തിൽ പിതാവിനോടുകൂടി വാഴേണ്ടവൻ എല്ലാം സംധിച്ചുകൊണ്ട് മലാഖമാരുടെ ആരാധനയും സ്വർഗത്തിലെ വിശുദ്ധരോടുള്ള വാസവും ഒക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ ഒരു ഓർമ്മയുണ്ട്. നമ്മളൊക്കെ ക്രിസ്മസ് എന്ന് വിളിക്കുന്നുണ്ട്. ചാണകത്തിന്റെ മണമുള്ള ദുർഗന്ധമുള്ള കാലിത്തൊഴുത്തിലേക്ക് ഈശോ കടന്നു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മോട് കൂടെ ആകുന്നതിന് വേണ്ടി എളിയവരിൽ എളിയവനായിട്ടാണ് അവിടുന്ന് കടന്നു വരിക. കാലിത്തൊഴുത്തിൽ ചാണകത്തിന്റെ മണമുള്ള ഇടത്തേക്ക് ഏത് മനുഷ്യനും കടന്നു വന്നിരിക്കും. ഇത്രമാത്രം മനുഷ്യരോട് താതാത്മ്യം ചെയ്യുന്ന എളിമ കൊണ്ട് അങ്ങേയറ്റത്തെ തലങ്ങളിലേക്ക് കടന്നു വരുന്നു. മറ്റേതൊരു ദൈവമാണ് നമുക്കുള്ളത്? നമുക്ക് വേണ്ടി നമ്മളെ പ്രതി എല്ലാം ശൂന്യവൽക്കരിച്ച് സ്വർഗത്തിന്റെ മഹത്വം വിട്ടുപേക്ഷിച്ച് നമ്മളെക്കാൾ എളിയവനായി കാര്യത്തൊഴുത്തിലേക്ക് കടന്നു വന്ന കർത്താവ് നമ്മോട് കൂടെ വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മളോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കടന്നു വന്നത്. ഒന്നുമില്ലാത്തതിനെ പോലെ എന്തിനേറെ കൊടുങ്കാറ്റിനെ പോലും ഒറ്റ വാക്കുകൊണ്ട് ശാന്തമാക്കിയ കർത്താവ് ഒരു കുഞ്ഞിക്കാറ്റിനെ പറപ്പിച്ച് കളയാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കുഞ്ഞപ്പത്തിലേക്ക് ഒതുക്കിക്കൂടാനായിട്ട് തയ്യാറാണ്. എന്തൊരു വിസ്മയമാനമായിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളിവിടെ കാണുക. ഇത്രമാത്രം സ്നേഹിക്കുന്ന, ഇത്രമാത്രം തന്നെ ബലിയായി നൽകുന്ന ഒരു ദൈവം നമുക്ക് ചരിത്രത്തിൽ കാണുക സാധ്യമല്ല. എല്ലാ ദൈവങ്ങൾക്കും ആരാധന അർപ്പിക്കുന്നത് മനുഷ്യർ ജീവിതത്തിൽ പല പല ബലികൾ അർപ്പിച്ചുകൊണ്ട്, മൃഗബലികളും മനുഷ്യബലികളും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുമ്പോൾ നമ്മുടെ ദൈവം മാത്രം തൻ്റെ തന്നെ ജീവനെ ഹോമിച്ചുകൊണ്ട് തൻ്റെ തന്നെ രക്തം നൽകിക്കൊണ്ട് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് കടന്നു വരുന്നു. ഇതുപോലെ സ്നേഹിക്കുന്ന മറ്റൊരു സ്നേഹത്തെ, ദൈവത്തെ നമുക്ക് കാണുക സാധ്യമല്ല. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി സ്വയം മുറിഞ്ഞില്ലാതായി കാൽവരിയുടെ മരക്കുരിശിൽ ഇഞ്ചിച്ചായി മരിച്ച് ഒരു മരക്കുരിശിൽ അനന്തമായ ആകാശത്തിന് വിശാലമായ ഭൂമിക്ക് മധ്യേ ആരാലും ഉപേക്ഷിക്കപ്പെട്ട തിരസ്കരണത്തിലെയും ഒറ്റപ്പെടലിനെയും വേദന സഹിക്കവയ്യാതെ ഏറിലെല്ലാം സമർത്താനെ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ അപേക്ഷിച്ചു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ ശൂന്യവൽക്കരണത്തിന്റെ അങ്ങേറ്റത്തെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഈശോയെ, ഞങ്ങളുടെ ഈ ജീവിതത്തെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ശൂന്യവൽക്കരണത്തിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണമെന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് നോക്കാം. തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യമായി രാപകൽ നമ്മോട് കൂടെ വസിക്കുന്ന, നമ്മോട് കൂടെ വാഴുന്ന നല്ല തമ്പുരാന്റെ മുൻപിൽ നമുക്ക് ആരാധന അർപ്പിക്കാം. ഓ ദിവ്യ സ്നേഹമേ, ദിവ്യകാരുണ്യമേ എന്ന് നമുക്ക് ഉള്ളിൽ വിശ്വാസ പ്രമാണമായി ഏറ്റുചൊല്ലിക്കൊണ്ട് കായികസംഘത്തോട് ചേർന്ന് ആവർത്തിച്ച് പാടാം. ഓ ദിവ്യ സ്നേഹമേ, ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഈശോയേ ഈശോയുടെ ചാരത്തിരുന്ന് ഈശോയുടെ സ്നേഹത്തിന്റെ ചൂടനുഭവിച്ച വിശുദ്ധ പൗലോസ്ലീഹ ഒരിക്കൽ ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്: ആർക്ക് എന്നെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും? ആ മനുഷ്യൻ ചോദിക്കും. ആ മനുഷ്യൻ ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്: ആർക്കാ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താനാകും? കാരണം ആ സ്നേഹത്തിന്റെ ആഴവും നീളവും വേദിയിലും ഒക്കെ മുങ്ങിക്കുളിച്ചവനായിരുന്നു പൗലോസ്ലീഹ. വിജാതീയനായിരുന്നു ആ മനുഷ്യൻ. വിജാതീയനായിരുന്ന പൗലോസ്ലീഹ ദമാസ്കസിലേക്കുള്ള വഴിയാത്രയിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം കെട്ടപ്പെട്ട ഒരു കുഞ്ഞാടിനെ പോലെ കർത്താവിന്റെ പിന്നാലെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാമോദിസായിലൂടെ നമ്മളും കർത്താവിന്റെ പിന്നാലെ പോകുന്നവർ ഒരു കെട്ടപ്പെട്ട കുഞ്ഞാടിനെ പോലെ തന്നെ നമുക്ക് പോകാനുണ്ട്. ഈ മനുഷ്യൻ തന്റെ ജീവിതാനുഭവത്തിന്റെ
മഹത്വത്തിൽ നിന്നുകൊണ്ട് പ്രകാരം ലോകത്തിന് മുൻപ് വിളിച്ചു പറയുന്നുണ്ട്, ആർക്ക് എന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാനാകില്ല. നിന്ദനത്തിനോ പീഡനത്തിനോ നഗ്നതയ്ക്കോ ദാരിദ്ര്യത്തിനോ വിശപ്പിനോ പട്ടിണിക്കോ വാളിനോ പീഡനത്തിനോ നഗ്നതയ്ക്കോ ഒന്നിനും കർത്താവേ നിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാകില്ല എന്ന് വധുസ്ലിഹ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമുക്ക് മുൻപിൽ വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. കർത്താവിന്റെ മുൻപിൽ ഈ ആരാധന നടത്തുമ്പോൾ ഒരു കുഞ്ഞു പീഡനങ്ങൾ, ഒരു കുഞ്ഞു രോഗം, ഒരു പട്ടിണി, ഒരു ദാരിദ്ര്യം, ഒരു ജോലിയില്ലായ്മ, ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ചില അസ്വസ്ഥതകൾ, ഇതൊക്കെ വന്നപ്പോൾ കർത്താവിനെ വിട്ടുപരീക്ഷിച്ചവരാണ് നമ്മളൊക്കെ. തെറ്റുപറ്റുപോയി കർത്താവിനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈശോയോട് നമുക്ക് പറയാം, എൻ്റെ ഈശോയെ ഈ ലോകത്തിലെ വരാനിരിക്കുന്നവർക്കും ഇപ്പോഴുണ്ടെങ്കിലും അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനായിട്ട് സാധിക്കില്ല. ഞാൻ പൂർണ്ണമായും എൻ്റെ ഈശോയെ എൻ്റെതാണ്, നിന്റെ തണലിൽ ജീവിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾക്ക് പിന്നാലെ പോകാതെ കർത്താവിൽ നിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ, അത് മാത്രം മതി എൻ്റെ ഈശോയെ എന്ന ചിന്തയോടെ കർത്താവിന്റെ മുൻപിൽ നമുക്ക് മുട്ടുകൊല്ലാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ ഗായക സംഘത്തോട് ചേർന്ന് ആരാധനയോടെ അല്പസ്നേഹത്തോടെ നമുക്ക് ഏറ്റേറ്റ് പാടാം. ഓ ദിവ്യ സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു, നിന്റെ സ്നേഹസ്പർശനത്തിന് വേണ്ടി ഞാൻ കുതിക്കുന്നു എന്ന് കർത്താവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്നേഹമേ ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എന്റെ സ്നേഹമേ ജീവന്റെ ബോധ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഈശോയെ കാത്തിരിക്കുന്നു ഞാൻ കൊതിക്കുന്നു. ഈശോയെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയെ കാത്തിരിക്കുന്നു അളവില്ലാതെ സ്നേഹം ഞാൻ കൊതിക്കുന്നു. കാത്തിരിക്കുന്ന സ്നേഹത്തോടുകൂടെ നമുക്ക് ഏറ്റു പറയാം. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അളവുകളില്ലാത്ത അതിരുകളില്ലാത്ത സ്നേഹത്തെ കൊതിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപറയാം. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി, അത് സമൃദ്ധിയായി നൽകുന്നതിന് വേണ്ടി നമ്മുടെ അൾത്താരയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയും കർത്താവിന്റെ സ്നേഹത്തോട് അനുഭവിച്ച് നമുക്ക് ജീവിക്കാം. എൻ്റെ ഈശോയെ ഞങ്ങളെ കൈവിടലേ, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയെ ഞങ്ങളെല്ലാ രോഗത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്പോൾ രോഗം മൂലം വിഷമം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ മാതാവ് നിന്റെ നീലക്കാപ്പുള്ളിൽ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സ്തുതിಯಲ್ಲಿ നമുക്ക് ആരാധിക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
വിശ്വസ്തയായ
ും